ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കേട്ടോ. അതിന് വേണ്ടി നമ്മളിന്ന് എടുത്തേക്കുന്നത് നല്ല അരിപ്പൊടി, നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ മുഴുവൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണല്ലോ നമ്മൾ ഇടിയപ്പത്തിന് ഏറെ തേങ്ങ ഇടുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുഴയ്ക്കുവാണെങ്കിൽ നല്ല മയം ഉണ്ടാവും. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിലും ഉപ്പും കൊണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ ചൂടുവെള്ളം ആകുമ്പോഴത്തേനും നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടിക്കകത്തോട്ട് ഈ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം കേട്ടോ. നമ്മളിപ്പോൾ സ്പൂണും കൊണ്ടല്ലേ ഇളക്കാൻ പറ്റുള്ളൂ, തിളച്ച വെള്ളമാണല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ലതുപോലെ അത് കുഴച്ച് വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തയ്യാറാക്കാം. കുഴച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മയം ഉണ്ടാവുമേ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഇല എടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങ പീരിയിട്ടിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇടിയപ്പത്തിന് അച്ഛനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില ഇടിയപ്പത്തിന് അച്ഛക്ക് നല്ല പാടുണ്ടാവുമേ. ഞങ്ങൾ നല്ലതുപോലെ ഫില്ല് ചെയ്തു. ഇനി ഇത് കറക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചായിരുന്നു ഞങ്ങൾക്ക്. മാവ് നല്ലതുപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇങ്ങനെ ഞെക്കി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി എല്ലാം അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തു. ഇനി ഒരു അപ്പച്ചപ്പിനകത്തോട്ട് വെച്ചിട്ട് പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. ഇതിന് മേളിൽ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കാം. ലേശം തേങ്ങാപ്പീരയും കൂടി ഇതിനകത്തേക്ക് തുള്ളി കൊടുത്താൽ ഇനി ഇടിയപ്പത്തിന് കറി വേണ്ടേ? അതിന് നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി മുട്ട കറി വെക്കാം കേട്ടോ. ഇനി നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പേ വെച്ചു കൊടുത്ത് ചട്ടി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇനി ഓയിൽ ഒഴിച്ച് കൊടുത്തു, കടുകിട്ടു. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാവേ. ഇന്നലെ തന്നെ അരപ്പ് തയ്യാറാക്കി വെച്ചായിരുന്നു കേട്ടോ. അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മുട്ടയുടെ മസാല എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വറുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സവോള അങ്ങനെ വഴന്നു. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളൊരു മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊളിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ തോലൊക്കെ കളഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല വെന്ത് നല്ല രീതിയിൽ നമുക്ക് ഇടിയപ്പവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചക്കരയും ചാക്കോച്ചിയും ചേട്ടായിയൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കത് അവർക്ക് കൊടുക്കാം കേട്ടോ. ഇടിയപ്പമൊക്കെ എടുത്ത് പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് കൊടുക്കാം. ഇടിയപ്പമൊക്കെ അപൂർവമായിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുകയുള്ളൂ. അത് ഇച്ചിരി പാടാണല്ലോ ഇടിയപ്പമൊക്കെ കുഴച്ച് അതൊക്കെ ഇങ്ങനെ ഞെക്കിയെടുക്കണമെങ്കിൽ പറ്റിയല്ല കേട്ടോ.
എൻ്റെ ചക്കരയ്ക്ക് അങ്ങ് ഇഷ്ടമായി ഇന്ന് ഇടിയപ്പമൊക്കെ. ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയും കൂടെ പിള്ളേർക്ക് കൊടുത്തു. ചാക്കോച്ചിക്ക് മുട്ട മാത്രമേ കൊടുത്തുള്ളേ, കറിക്ക് എരിവാണല്ലോ. അങ്ങനെ ഞങ്ങൾ ചേട്ടാക്കിയും കൊടുത്തു. ക്രിസ്മസിൻ്റെ അന്ന് രാവിലത്തെ ഇതായതുകൊണ്ട് ഞങ്ങൾ അപ്പം തയ്യാറാക്കിയില്ല. വെറൈറ്റി ആയിട്ട് ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്കും കൊടുത്തു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.